കാര്യങ്ങളൊക്കെ ഞാൻ ശാസ്ത്രിയോട് ധരിപ്പിച്ചിട്ടുണ്ട്. പ്രശ്നവശാൽ ഞാൻ കണ്ടെത്തിയ കാര്യങ്ങൾ പറയാം. അതത്ര ശുഭകരമായ കാര്യങ്ങളല്ല. അതേപ്പറ്റി ഞാൻ ബോധവാനാണ്. ആ പേരക്കുട്ടികളെ കൂടി വിളിച്ചോളൂ. നീ പോയി സഞ്ജുവിനും ശ്രീകുട്ടിയും കൂട്ടിട്ടോ. അമ്മൂനോട് വരാം. ഇനി എന്തൊക്കെയാ കള്ളശാസ്ത്രികൾ തട്ടിവിടാൻ പോകുന്നത്? അത് വിശ്വസിക്കാൻ കുറെ പേര്. മനുഷ്യന്റെ സമാധാനം കെടുത്തുന്ന കാര്യങ്ങൾ അയാൾ പറയും. ആ പിള്ളേര് വന്നല്ലോ. ഇരിക്കെ. അച്ഛനു വേണ്ടി കർമ്മം ചെയ്യാൻ മനസ്സ് വന്നത് നല്ലൊരു കാര്യം തന്നെ. മറ്റുള്ളവരുടെ വിശ്വാസം സംരക്ഷിക്കുന്നതാണ് ശരിക്കുള്ള വിശ്വാസം. അവിടെ നമ്മുടെ വിശ്വാസത്തിന് പ്രസക്തിയില്ല. പ്രശ്നങ്ങളിൽ തെളിഞ്ഞ കാര്യമാ ഞാനിനി പറയാൻ പോകുന്നത്. ആത്മാവിന് ഉചിതമായ ക്രിയകൾ ചെയ്ത് യാത്രയാക്കാത്ത കാലത്തോളം ആവാസസ്ഥലം വിട്ട് ആത്മാവിന് പോകാനാവില്ല. പക്ഷേ ഇവിടെ പരേതാത്മാവ് തറവാടിന് ഒരു രക്ഷാകവചമായി നിലയുറപ്പിച്ചിരിക്കുന്നു. പല ആപത്തുകളിൽ നിന്നും മകന് രക്ഷയായി മാറി. ഇതൊക്കെ തട്ടിവിടാൻ ഇയാൾക്ക് എങ്ങനെ കഴിയുന്നു? വിവരവും വിദ്യാഭ്യാസമുള്ള കുട്ടികളുടെ മുന്നിൽ വെച്ച് പറയാൻ ഇയാൾക്ക് കുറച്ച് ഉളുപ്പ് വേണ്ടേ? തൊണ്ട തൊടാതെ വിഴുങ്ങാനും ആളുണ്ടല്ലോ. ആത്മാവ് വീട് വിട്ടു പോകുമ്പോ ആപത്തുകൾ വന്ന് ഭവിക്കാൻ സാധ്യത കാണുന്നു. മംഗലശ്ശേരിയിലെ ഇളം തലമുറയിൽപ്പെട്ടവർക്ക് നല്ല കരുതൽ വേണം. ജീവാപായം വരെ സംഭവിക്കാം. കുട്ടി ഈ വീട്ടിലെ അംഗമല്ലെന്ന് എനിക്കറിയാം. കർമ്മബന്ധവുമായി നോക്കുമ്പോൾ ഈ കുടുംബവുമായി അടുത്തു നിൽക്കുന്നതുകൊണ്ട് കുട്ടിക്കും ഞാൻ ഈ പറഞ്ഞത് ബാധകമാണ്. കാഞ്ചനെ, നിന്നെ ആരും ഇങ്ങോട്ട് വിളിച്ചു? നിനക്കിതിലൊന്നും വിശ്വാസമില്ലെങ്കിൽ ഇങ്ങോട്ട് വരണ്ട. ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഞാൻ ഈ വീട്ടിലെ മൂത്ത മകളാ. കുടുംബത്തിൽ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ കണ്ടാ ഞാൻ പ്രതികരിക്കും. ഇയാളെ പണത്തിന് വേണ്ടി പറയുന്നതൊന്നും കേട്ടു നിൽക്കാൻ എന്നെ കിട്ടില്ല. ജീവാപായം വരെ സംഭവിക്കുമെന്ന്. എന്നെ ആരും വിശ്വസിക്കണമെന്ന് എനിക്കൊരു വാശിയില്ല. എന്നെ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതവരുടെ അനുഭവം കൊണ്ട് മാത്രമാ. നിങ്ങൾക്ക് കാളസർപ്പയോഗമുണ്ട്. മംഗലശ്ശേരിയിലെ മൂത്ത മകളല്ലേ നിങ്ങൾ? പ്രശ്നവിധിയിൽ ഞാൻ കണ്ടത് മാത്രമാണ് പറഞ്ഞത്. ഓഹോ, വിഡ്ഢിത്തം ചോദ്യം ചെയ്യാൻ വന്നപ്പോ നിങ്ങള് എന്നെ പേടിപ്പിക്കുകയാണോ? എവിടെയാണ് നിങ്ങളുടെ ഭർത്താവ്? ഭർത്താവുമായി വേർപെട്ടല്ലേ നിങ്ങൾ ജീവിക്കുന്നത്? ഞാൻ എന്റെ ഭർത്താവുമായിട്ട് വേർപിരിഞ്ഞ് ജീവിക്കുകയാണെന്നാണോ നിങ്ങൾ പറഞ്ഞു സ്ഥാപിക്കാൻ വരുന്നത്? പിന്നീടാ ഞാൻ അറിഞ്ഞത് ഇങ്ങോട്ടാണെന്ന്. ഇന്നിവിടെ ആണ്ടുവലി നടക്കുന്ന വിവരം അവൾ എങ്ങനെ അറിഞ്ഞു? ഒന്നും അറിഞ്ഞിട്ടുള്ള വരവല്ല സ്വാതി അവളുടേത്. സഞ്ജുന് അവളെ വിളിച്ച് കാര്യം പറഞ്ഞു. അവൾ പറഞ്ഞു ഉച്ചവരെ ഓഫീസിൽ ഉണ്ടാവില്ലെന്ന് മാത്രം അവൻ പറഞ്ഞു. അവൾ അപ്പോയിന്റ്മെന്റ് ചോദിച്ചിട്ടാ അവൻ അങ്ങനെ പറഞ്ഞു. അവള് മംഗലശ്ശേരി ഗ്രൂപ്പ്സിന്റെ ഷെയർ വാങ്ങിയത് ഓക്കെ, പക്ഷെ വീട്ടിലേക്കുള്ള വരവ് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല മനു. എല്ലാം അറിയുന്ന മനു തന്നെ അതിന് അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. ഒന്നും അല്ലേലും പഠിക്കുന്ന കാലത്ത് മനു അവളുടെ പിന്നാലെ കുറെ നടന്നതല്ലേ.
സത്യത്തിൽ സഞ്ജന ഇപ്പോഴും മനുവിന്റെ മനസ്സിലുണ്ടോ? അവളെ അല്ലാതെ മറ്റൊരു പെണ്ണിനെയും ഈ നിമിഷം വരെ ഞാൻ ഇഷ്ടപ്പെട്ടിട്ടില്ല. സഞ്ജനെ കൊണ്ട് ഷെയർ വാങ്ങിച്ചതില് മനുവിന് പങ്കുണ്ടോ? ഈ ചോദ്യം സഞ്ജു എന്നോട് ചോദിച്ചു. സഞ്ജുവിനോട് ജീവൻ പോയാലും ഞാൻ കള്ളം പറയില്ല. സത്യത്തിൽ ആഗ്നേയ ഗ്രൂപ്പ്സിന്റെ ചെയർമാന്റെ മകളാണ് സഞ്ജനെന്ന് എനിക്കറിയില്ലായിരുന്നു. അന്ന് ഫംഗ്ഷന് വെച്ച് അവള് പറയുമ്പോഴാ ഞാനത് അറിയുന്നത്. സഞ്ജനയോട് ഞാൻ ഒരു നീരസവും കാണിക്കില്ല. ഒന്ന് ഞാൻ പറയാം മനു, സഞ്ജുവിനോടുള്ള ആ പഴയ വൺ വേ ട്രാഫിക് പ്രണയവുമായിട്ടാണ് അവള് വീണ്ടും അവതരിച്ചിരിക്കുന്നതെങ്കിൽ മനു തന്നെ അവളെ പറഞ്ഞു മനസ്സിലാക്കി തിരിച്ചയക്കണം. ഉടനെ തന്നെ എന്റെ സഞ്ജുവിന്റെ വിവാഹം ഉണ്ടാവും. അച്ഛൻ ലീവിന് വരാം. മോളെന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? ഞാൻ സഞ്ജുവിനെ വിളിച്ചപ്പോ ഉച്ചവരെ ഓഫീസിൽ ഉണ്ടാവില്ലെന്ന് പറഞ്ഞു. വീട്ടില് ചടങ്ങ് നടക്കുന്ന കാര്യമൊന്നും പറഞ്ഞതുമില്ല. എന്നാ വീട്ടിൽ വെച്ച് മീറ്റ് ചെയ്യുന്ന കരുതിയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ക്ഷണിച്ചില്ലെങ്കിലും ഈ കുടുംബത്തിലെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായിട്ടാ ഞാൻ കരുതുന്നത്. ആരെയും ക്ഷണിക്കാനൊന്നും സമയം കിട്ടിയില്ല മോളെ. കുറെ കാലമായി മുടങ്ങിക്കിടന്ന ചടങ്ങ്, അവന്റെ അച്ഛന്റെ ആണ്ടുബലി. അപ്പോ പ്രത്യേകതകൾ കൂടുതലാ. ശ്രീകുട്ടി എവിടെ അമ്മു? ചേച്ചി മുകളിൽ എവിടെയോ ഉണ്ട്. നീ ചെന്ന് സഞ്ജനയ്ക്കൊരു ചായ എടുക്ക്. മോളിരിക്കെ. ഒരു തിടുക്കവും വേണ്ട അമ്മേ. ചടങ്ങ് കഴിഞ്ഞ സൽക്കാരം പാടുള്ളൂന്നാ. എനിക്കതിലൊക്കെ നല്ല വിശ്വാസം. ആ കാവേരി അപ്പിച്ചല്ലേ? അതെ. പാർട്ടി നടക്കുമ്പോ സഞ്ജു അങ്ങനെ വിളിക്കുന്നത് ഞാൻ കേട്ടു. സഞ്ജന മുമ്പിൽ നിന്നല്ലേ വരുന്നത്? ഞാൻ കരുതി പിറ്റേന്ന് തന്നെ തിരിച്ചു പോവാന്ന്. ഞങ്ങൾക്കിവിടെ വീടുണ്ടപ്പച്ചി. വല്ലപ്പോഴും ഇവിടെ വന്ന് താമസിക്കാറുണ്ട്. എനിക്ക് ഈ നാടാ അപ്പച്ചി ഇഷ്ടം. മുത്തശ്ശനും മുത്തശ്ശി എവിടെയെന്ന് ചോദിക്കാൻ വരെയായിരുന്നു ഞാൻ. മുംബൈയിലാ വളർന്നെങ്കിലും നല്ല ഗുരുത്വമുള്ള കുട്ടിയാ. എന്നാ രണ്ടുപേരും കൂടി എന്റെ തലയിൽ കൈവച്ചൊന്ന് അനുഗ്രഹിച്ചാട്ടെ. നന്നായി വരും. താങ്ക് യു മുത്തശ്ശ. ആ മുത്തശ്ശിയുടെ അനുഗ്രഹം കിട്ടിയില്ല. മോൾക്ക് നല്ലതേ വരൂ. അനുഗ്രഹങ്ങളൊക്കെ സഫലമാവണം മുത്തശ്ശി. എന്നാലല്ലേ ജീവിതത്തിന് ഒരർത്ഥമുള്ളൂ. മോളുടെ ഏത് ആഗ്രഹം സഫലാക്കി തരാൻ മോളുടെ അച്ഛനും അമ്മയ്ക്കും കഴിയാത്തത്? പണം കൊണ്ട് മാത്രം നേടിയെടുക്കാൻ കഴിയാത്ത വലിയ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ അമ്മേ? ശരിയാ കുട്ടി. കാണും പോലെയല്ല, നന്നായി സംസാരിക്കാനും അറിയാം. നീ ഇതെവിടെയായിരുന്നു മോളെ? ഞാൻ മനുവിനോട് സംസാരിക്കുമായിരുന്നു. ചായ കുടിക്ക്. ചടങ്ങിനിടയിൽ കയറി വന്നത് ശരിയായില്ലെന്ന് എനിക്കറിയാം. നിന്നെ ഒന്ന് കാണാൻ കാത്തു നിന്നതാ. ആ എന്നാ ഞാൻ ഇറങ്ങട്ടെ. അതെന്തു പോക്കാ മോളെ, ഭക്ഷണം കഴിച്ചിട്ട് പോയാ മതി. ശ്രീകുട്ടി ഇവിളെയും കൂട്ടിക്കൊണ്ടു പോ. അതിനെ ഞാനൊരു ദിവസം വരാം മുത്തശ്ശി. സഞ്ജുവിനെയും കൂടെ കണ്ടിട്ട് ഞാൻ ഇപ്പൊ പോയിക്കോട്ടെ. നീ എന്നാ തിരിച്ചു പോകുന്നേ? തീരുമാനിച്ചിട്ടില്ല അമ്മ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. നീ അച്ഛന് മനസ്സിൽ തന്ന വില എന്താണെന്ന് എനിക്കറിയാം. എന്നിട്ടും നിന്റെ കുടുംബത്തിന്റെ സമാധാനം തകർന്നു പോവാതിരിക്കാൻ അച്ഛന്റെ ചിത്രം അവിടുന്ന് എടുത്തു മാറ്റാൻ നീ തയ്യാറായി. എന്റെ മോന് പ്രാണഭീതി ഉണ്ടായിരുന്നു. പരിഹാരക്രിയ തേടി നിന്റെ അമ്മ നിന്നെയും കൂട്ടി പോയത് ലക്ഷ്മിയുടെ അരികിലേക്കാ. അവളുടെ പെരുവണ്ണാപുരത്തമ്മ ഒരു നിമിത്തം മാത്രമായിരുന്നു. പെരുവണ്ണാപുരത്ത് അമ്മയ അവളുടെ കൈപിടിച്ച് നിനക്ക് തന്നത് നിന്റെ രക്ഷയ്ക്കായി. അവൾ വീണ്ടും ശ്രീകുട്ടിയിലൂടെ ഇവിടെ എത്തിയത് മറ്റൊരു നിയോഗം.
ലക്ഷ്മി പൂജയിലൂടെ അവൾ നിന്റെ ജീവിതം കാറ്റിൽ അണഞ്ഞു പോവാത്ത ദീപം പോലെ കൈക്കുമ്പിളിൽ വെച്ച് കാത്തുകൊള്ളുകയാണ്. ഒരു മരുമകൾ ചെയ്യേണ്ട കർമ്മങ്ങൾ അവൾ ചെയ്യുന്നു. നീ പോലും അറിയാത്ത നിന്റെ അമ്മയുടെ വേദനകൾ അവൾ മനസ്സിലാക്കി. അവളുടെ ജീവനായ അവളുടെ ചേച്ചിയാണ് ഈ വീടിൻ്റെ ശരിക്കുള്ള മരുമകളെന്ന സത്യം മനസ്സിലാക്കി ശ്രീകുട്ടിയെ മുന്നിൽ നിർത്തി ഓരോന്നിനും പരിഹാരം കണ്ടെത്തുന്നു. അച്ഛനു വേണ്ടി മോൻ മനസ്സറിഞ്ഞ് പിഴമൊഴി പിണ്ടം മൂട്ടിയതല്ല അച്ഛനെ സന്തോഷിപ്പിക്കുന്നത്. എൻ്റെ ദേവിയുടെ മനസ്സ് നിറഞ്ഞതോർത്ത അവൾ പൊഴിക്കുന്ന ആനന്ദാശ്രക്കൾ ലക്ഷ്മിക്ക് മീതെയുള്ള പുഷ്പാർച്ചനയായിട്ടാ അച്ഛന് തോന്നുന്നത്. ലക്ഷ്മിയെ അച്ഛന്റെ ഓർമ്മകൾ പൊടിമൂടിക്കിടന്ന ആ മുറിയിലെത്തിച്ചതും അവളുടെ ജന്മയോഗമായിരുന്നു. അതിന് നിമിത്തമായത് ഷർണാജി വക്കീൽ മോന് സമ്മാനിച്ച ആ ചെടിയ. അച്ഛന് പൂരിപ്പിക്കാൻ കഴിയാത്ത സമസ്യ മോനെ. സ്വാതിയുടെ വിശുദ്ധിയാണോ ലക്ഷ്മിയുടെ പരിശുദ്ധയാണോ ദൈവം എന്റെ മോന് വിധിച്ചതെന്ന്. ഞാനങ്ങനെ കരുതുന്നത്. ലക്ഷ്മി പൂജ നടത്താൻ അമ്മൂനോട് പറഞ്ഞത് ശാസ്ത്രികളാ. ശാസ്ത്രികള് ദൈവജ്ഞാനിയാ. ശാസ്ത്രികളെന്ന് മനസ്സിലാക്കിയെങ്കിൽ ഏടത്തിയോട് പറയാതിരിക്കോ? സഞ്ജുവിന്റെ വിവാഹം കഴിഞ്ഞെന്ന് പറഞ്ഞ ആ ശാസ്ത്രികളുടെ അടുത്ത് ചെന്ന് ആ പെൺകുട്ടി ആരാന്ന് ഏടത്തി ചോദിച്ചതല്ലേ? പറയാൻ പാടുള്ള കാര്യങ്ങളെ അദ്ദേഹം പറയൂ. കാക്ക പിണ്ടം തൊടാതിരുന്നപ്പോ ശാസ്ത്രികൾ പറയാതെ പറഞ്ഞത് അമ്മൂനോട് പുറത്തു വരാനാ. അമ്മൂനെ ആ ശാസ്ത്രികൾ അന്വേഷിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. അവള് പുറത്തു വന്നതും കാക്ക പിണ്ടം കൊത്തി. മുകുന്ദേട്ടന്റെ ആത്മാവ് കടപ്പെട്ടിരിക്കുന്നത് അമ്മൂനോടല്ലേ? ഓർക്കുമ്പോ എനിക്കിപ്പോഴും അമ്പരപ്പാ തോന്നുക. ആരും പ്രവേശിക്കാത്ത ആ മുറിയിൽ പൊടി പിടിച്ചിരിക്കുന്ന മുകുന്ദേട്ടന്റെ ചിത്രം ഇപ്പൊ ഹാളിൽ എത്തിച്ചതിന്റെ പിന്നിൽ അമ്മു അല്ലേ? പിന്നാലെ സഞ്ജുവിനെ കൊണ്ട് ബലിയും നടത്തിച്ചു. അതൊക്കെ അവിടെ കഴിഞ്ഞില്ലേ? ആ ചടങ്ങിൽ ഒരുത്തി കേറി വന്നത് മറന്നോ? സഞ്ജന. എന്തൊരു പെണ്ണാണ് അവള്. കമ്പനി ആനിവേഴ്സറിക്ക് ഞാൻ അവളെ ശ്രദ്ധിച്ചതാ. കമ്പനി ഷെയർ വാങ്ങാൻ വന്നവൾ. അവൾക്ക് വീട്ടിലെന്താ കാര്യം? സഞ്ജുവിന് സ്വാതിക്കും ബാംഗ്ലൂർ വെച്ച് അവൾ അറിയാന്ന പറഞ്ഞത്. അതിന്റെ സ്വാതന്ത്ര്യം കാണിക്കല അതൊക്കെ. ഇനി ഞാൻ വന്ന് നനയ്ക്കുന്നതും നിനക്ക് വളമിടുന്നതും ഇവിടെ ഒരാൾക്ക് ഇഷ്ടാവോന്നറിയില്ല. ആ അച്ഛന്റെ ഓർമ്മകളുള്ള ചെടിയല്ലേ? എന്നെ കൊണ്ട് ആർക്കും ഒരു ശല്യം ഉണ്ടാവരുതെന്ന് കരുതിയ ഞാൻ ഇവിടുന്ന് പോയത്. എവിടെങ്കിലും പോയി ജോലി ചെയ്ത് ജീവിച്ചു പോവാന്നാ കരുതിയത്. അത് പിന്നെ എങ്ങനെയാ? പിന്നാലെ വന്നോളും. ഇങ്ങോട്ടിനി ഇല്ലെന്ന് പറഞ്ഞാലും കേക്കണ്ടേ? പൂച്ചയെ ചാക്കി കെട്ടി കൊണ്ടുവരുന്നത് പോലെ പിടിച്ചു കെട്ടി ഇങ്ങോട്ട് കൊണ്ടുവരും. ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാൻ എന്ത് ചെയ്താലും കുറ്റം. ഉള്ള ദേഷ്യമൊക്കെ എന്നോട് കാണിക്കും. ശരിയും തെറ്റൊക്കെ പഠിപ്പിക്കാൻ ഞാൻ ആരാന്നാ ചോദിക്കുന്നത്? ശരിയാ, ഞാൻ ആരുമല്ല. പക്ഷെ മറ്റുള്ളവരുടെ വേദന എന്താന്ന് മനസ്സിലാക്കാൻ എനിക്ക് കഴിയും. ഈ പറയുന്നയാൾക്കോ? കൂടെയുള്ളവരെ വേദനിപ്പിക്കാതെ സംസാരിക്കാൻ പഠിക്കണം. എന്റെ അമ്മയല്ലത്രേ. സഞ്ജയ് പണിക്കര് പിന്നെ അങ്ങനെ പറഞ്ഞ ശ്രീദേവി അമ്മ എന്റെ അമ്മയല്ലാതാവോ? സഞ്ജു അവളോട് സോറി പറയാൻ വന്നതാണല്ലേ? അവൾ എന്റെ മുന്നേ വരാതെ ഒഴിഞ്ഞു നടക്കായിരുന്നു. അവള് നല്ല കാര്യങ്ങൾ ചെയ്തപ്പോ ഞാൻ അവളെ കുറ്റപ്പെടുത്താനും വേദനിപ്പിക്കാനല്ലേ ശ്രമിച്ചത്. അതിന്റെ കുറ്റബോധ. ഞാനോ സഞ്ജു അവളെ വിഷമിപ്പിക്കുന്ന എന്ത് പറഞ്ഞാലും അവൾക്ക് സഹിക്കാനാവില്ല. ഇവിടെയുള്ള മറ്റുള്ളവര് എന്ത് കുത്തുവാക്ക് പറഞ്ഞാലും അവള് കേട്ടു നിൽക്കും. അമ്മൂനെ ഇനി ഇവിടെ ഒരു വീട്ടുജോലിക്കാരുടെ നിലവാരത്തിൽ നിർത്താൻ പറ്റില്ല. അവൾക്ക് വേണ്ടി എനിക്ക് എന്തെങ്കിലും നല്ല കാര്യം ചെയ്യണം.
നമുക്ക് അത്രയും കടപ്പാട് അവളോടുണ്ട്. ഞാനും അതേപ്പറ്റി ആലോചിച്ചു തുടങ്ങി സഞ്ജു. അമ്മനെ ഈ വീട്ടിൽ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നത് മണ്ടത്തരോ? അവള് വീണ്ടും എന്നെ വിട്ടു പോയെന്ന് വരും. അമ്മ എന്റെ കൂടെ നിൽക്കുന്നതില എന്റെ അമ്മ അവളോട് വെറുപ്പും ദേഷ്യം കാണിക്കുന്നത്. അവളൊരു നല്ല ജീവിതത്തിലേക്ക് പോട്ടെ. എന്റെ കൺവട്ടത്ത് അവള് സന്തോഷത്തോടെ ഉണ്ടായാൽ മാത്രം മതി. ജീവിതം ഒന്ന് സ്വാതി ഉദ്ദേശിക്കുന്നത് എന്താ? അവളുടെ വിവാഹമാണോ? അതിന് തടസ്സമായി ഒരു വിവാഹ ബന്ധത്തിൽ പെട്ടുകിടക്കുമല്ലേ അവള്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അവളുടെ ഭർത്താവിനെ കണ്ടെത്തി ഡിവോഴ്സ് വാങ്ങി കൊടുക്കുകയാ. ഞാൻ ആഗ്രഹിക്കുന്നത് അമ്മനെ തുടർന്ന് പഠിപ്പിക്കാനാ. അതിന് നമുക്ക് സാധിച്ച അവളുടെ വിധി തന്നെ മാറും. ഇനി അതല്ല, ഒരു ജോലിയാണ് അമ്മന്റെ സ്വപ്നമെങ്കിൽ അവൾക്കത് നേടിക്കൊടുക്കണം. ഡിവോഴ്സ് വിട്ട് ആ വഴിക്ക് ചിന്തിക്കുന്നതാണ് നല്ലത്. എനിക്ക് അവളെ കെട്ടുപാടിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നേ പറ്റൂ. അമ്മ എല്ലാ അർത്ഥത്തിലും സ്വതന്ത്രയാവണം. എന്തിനീ പ്രായത്തില് മറ്റൊരാളുടെ താലിയും കഴുത്തിലിട്ട് അവൾ ജീവിക്കണം? സഞ്ജു, നമുക്ക് അവളുടെ വിവാഹ ഫോട്ടോ എടുത്ത് ആ സ്റ്റുഡിയോ വരെ ഒന്ന് പോയാലോ? അന്ന് അയാൾ എന്നോട് കള്ളം പറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയത്. ആദ്യം വിവാഹ ഫോട്ടോ ഉണ്ടെന്ന് പറഞ്ഞു, അത് അയച്ചു തരാമെന്നും പറഞ്ഞു. പിന്നീട് വിളിച്ചപ്പോ കമ്പ്യൂട്ടർ കത്തിപ്പോയെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ അയാൾ ശ്രമിച്ചത്. അയാളുടെ സംസാരം കേട്ടപ്പോ എനിക്ക് അങ്ങനെയാ തോന്നിയത്, അയാൾ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുവാണെന്ന്. നീ ആ സ്റ്റുഡിയോയുടെ ഡീറ്റെയിൽസ് ഞാൻ പോയി അന്വേഷിക്കാം. സഞ്ജു ചെന്നാലും അയാൾ കൈമലർത്തും. ഞാൻ തന്നെ നേരിട്ട് പോണം. അയാളോട് സംസാരിച്ചിട്ടുള്ളത് ഞാനല്ലേ. സഞ്ജുവിന് വേണ്ടി ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്തതല്ലേ അമ്മ. നമുക്കൊന്നിച്ചു പോയാലോ? ഇന്ന് ഒരു ദിവസം അവളുടെ നല്ല ഭാവിക്ക് വേണ്ടി മാറ്റി വെച്ചൂടെ സഞ്ജുവിന്? അവൾക്ക് വേണ്ടി എന്തെങ്കിലും നല്ല കാര്യം ചെയ്യണമെന്ന് സഞ്ജു പറഞ്ഞതില് കുറച്ചെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇന്ന് എന്റെ കൂടെ സഞ്ജുവും പെരുവണ്ണപുരത്തേക്ക് വരും. എന്റെ ദേവി, ഞാൻ എന്താ ഈ കാണുന്നേ? അമ്മേ മഹാമായി, എന്റെ തെറ്റുകുറ്റങ്ങൾ പുറത്ത് ഈ ഉള്ളവനോട് കരുണ കാണിക്കണമേ. മനസ്സാ വാച കർമ്മണ ഞാൻ ഇനി ഒരു അപരാധവും ചെയ്യില്ല. ഓം മഹാമായേ ദേവി. അമ്മേ, ദിനേശ് ചേട്ടൻ പഴയ ആളല്ലെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ ആരെങ്കിലും വിശ്വസിച്ചോ? അത് നേരിട്ട് കാണിച്ചു തരാനാ ഞാൻ അച്ഛനെ അമ്മയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. അവൻ ഇതുപോലെ എന്തൊക്കെ കാട്ടിക്കൂട്ടിയിട്ടുണ്ട്, നിനക്കതൊക്കെ അറിയാവുന്നതല്ലേ? കുടുംബക്ഷേത്രത്തിലെ നടവരവ് എടുത്തോണ്ട് പോയവനാ. അമ്മ ഉപദേശിച്ചെന്ന് വെച്ച് ദിനേശന്റെ സ്വഭാവം മാറൂ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നായയുടെ വാല് എത്ര കാലം കുഴലിലിട്ടാലും പുറത്തെടുക്കുമ്പോൾ വളഞ്ഞേ ഇരിക്കൂ. അച്ഛൻ പഴഞ്ചല് പറഞ്ഞു. പക്ഷെ കൂടെ ജീവിക്കുന്ന എനിക്കറിയാം അഭിനയമാണോ സത്യമാണോ എന്ന്. ആ ദേ വന്നു. നിങ്ങൾ എന്താ ഇവിടെ നിന്ന് കളഞ്ഞത്? അകത്തൊന്നും തൊഴാമായിരുന്നില്ലേ? അല്ല, തൊഴാനല്ലേ നിങ്ങൾ വന്നത്? നിന്റെ കസരത്തൊന്ന് കഴിയട്ടെന്ന് കരുതി ഞാൻ പുറത്തു തന്നത്. അസലായിട്ടുണ്ട്. അച്ഛൻ എന്നെ പരിഹസിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. അതെന്നെ ഒട്ടും വേദനിപ്പിക്കില്ല അച്ഛാ. നിങ്ങൾ പരിഹസിക്കുമ്പോഴാ ഇന്നലെ വരെ ഞാൻ ആരായിരുന്നു എന്നുള്ള ചിന്ത എന്റെ മനസ്സിലുണ്ടാവുന്നു. ദിനേശ, ദൈവത്തെ വന്നിച്ചില്ലേലും വേണ്ടില്ല, നിന്ദിക്കരുത്. മനസ്സ് ശുദ്ധമാകാതെയാ നിന്റെ ഈ പൂജയെങ്കിൽ നിനക്ക് മാത്രമല്ല ഈ കുടുംബത്തിലെ എല്ലാവർക്കും അത് ദോഷ. ദൈവകോപം ക്ഷണിച്ചു വരുത്തല്ലേ മോനെ? ഇത്രയും കാലം പ്രാർത്ഥിക്കാൻ ഞാൻ ഈ പൂജാമുറിയിൽ പ്രവേശിച്ചിട്ടില്ല. ഇപ്പൊ ഞാൻ പ്രവേശിച്ചത് മനഃശാന്തി കിട്ടാൻ തന്നെ.
അമ്മയ്ക്കിനി ഒരു പേടിയും വേണ്ട. ഞാൻ ഇതുവരെ ജീവിച്ച വഴിവിട്ട് മറ്റൊരു രീതിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? തെറ്റില്ലെന്ന് മാത്രമല്ല, ഞങ്ങളുടെ പ്രാർത്ഥനയും അത് തന്നെയാണ്. എനിക്ക് ഈ പുതിയ വഴി കാട്ടിത്തന്നത് അമ്മുവാ. കാട്ടിത്തന്നു മാത്രം പറഞ്ഞാൽ പോരാ, ജീവിതം എന്താണെന്ന് ഉദാഹരണ സഹിതം അവൾ എന്നെ പഠിപ്പിച്ചു. എനിക്ക് അവൾ ചൂണ്ടിക്കാണിച്ച മാർഗം വിട്ട് ഇനി ഒരിക്കലും പോകാൻ കഴിയില്ല. ആരെയും വിശ്വസിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. അച്ഛനും അമ്മയും ചെന്ന് പ്രാർത്ഥിച്ചുള്ളൂ. ദിനേശൻ നന്നാവന് വേണ്ടി മാത്രം ഈ വീട്ടിൽ ആരും പ്രാർത്ഥിക്കണ്ട. ഇവിടെയുള്ള ആരും വിശ്വസിക്കണ്ട. അച്ഛനും അമ്മയും മാത്രം വിശ്വസിച്ച് കണ്ടാ മതി. എനിക്ക് വിശ്വാസമായി മോളെ, നിന്റെ നല്ല കാലം തെളിഞ്ഞു. നമുക്കറിയാവുന്ന കാര്യമല്ലേ ചന്ദ്രൻപിള്ളേ, നനഞ്ഞടം കുഴിക്കുന്ന ശീലമാ ആനന്ദവല്ലിക്ക്. എന്തായാലും ലക്ഷ്മക്ക് നല്ലൊരു ജീവിതം കിട്ടി, അത് തന്നെയാ നമുക്ക് വലിയ കാര്യം. അല്ല, സഞ്ജു എന്താ ഇവിടെ സ്റ്റുഡിയോ വന്നതാണോ? അത് കല്യാണ ഫോട്ടോ എന്റെ കയ്യിലില്ല. ഈ സ്റ്റുഡിയോക്കാരാ ഫോട്ടോ എടുത്തെന്ന് അറിഞ്ഞു വന്നത്. കമ്പ്യൂട്ടർ കേടായി പോയെന്ന് അവര് പറയുന്നത്. ലച്ചുവിന്റെ കല്യാണ ഫോട്ടോ അങ്ങനെയൊന്നും കേടാവില്ല. അവളെ ദേവി കടാക്ഷമുള്ള കുട്ടിയാ. കല്യാണ ആൽബമല്ലേ വേണ്ടത്? അത് ലച്ചു വരുമ്പോ കൊടുക്കാൻ ഞാൻ എന്റെ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ വിവാഹ ആൽബം ഒന്നും? ഫോട്ടോഗ്രാഫറെ ഏർപ്പാടാക്കിയത് അർജുന. നരേന്ദ്രനുമായുള്ള കല്യാണം മുടങ്ങിയതോടെ ഫോട്ടോഗ്രാഫറെ അവൻ കൈയൊഴിഞ്ഞു. മുന്നിൽ നിന്ന് കല്യാണം നടത്തിയ എന്നോട് പോയി കാശ് ചോദിക്കാൻ ഫോട്ടോഗ്രാഫറോട് അവൻ പറഞ്ഞു. കല്യാണ ആൽബമായി ഫോട്ടോഗ്രാഫർ എന്റെ വീട്ടിൽ വന്നു. ലച്ചു നമ്മുടെ കുട്ടിയല്ലേ, അവന്റെ കാശ് കൊടുത്ത് ആൽബം ഞാൻ വാങ്ങിവെച്ചു. ലച്ചു നാട്ടിൽ വരുമ്പോ കൊടുക്കാമെന്ന് കരുതിയിരിക്കുക. എപ്പോഴായാലും അതിനാവശ്യം വരുമെന്ന് എനിക്കറിയായിരുന്നു. ഇപ്പൊ ആവശ്യക്കാരൻ വന്നില്ലേ? ആൽബം ഒന്ന് കിട്ടണമല്ലോ. സ്റ്റുഡിയോക്ക് കൊടുത്ത പണം ഞാൻ തരാം. പണം ഒന്നും എനിക്ക് വേണ്ട. സഞ്ജു കാർ എടുത്ത് എന്റെ വണ്ടിയുടെ പിന്നാലെ വാ. വീട്ടിൽ കയറി ആൽബം എടുത്ത് പോവാം. ഇന്നത് പറ്റില്ല, കൂടെ ഒരാൾ കൂടി ഉണ്ടേ. ക്ഷേത്രത്തിലൊന്ന് കയറണം, അതിനും കൂടിയാ ഞാൻ വന്നത്. എന്നാ ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ ആൽബം എടുത്ത് ഇങ്ങോട്ട് വരാം. അതാ നല്ലത്. ഇനി ഇതിനു വേണ്ടി സിറ്റിന്ന് ഇങ്ങോട്ട് വരണ്ടല്ലോ. എന്നാ ഞാൻ ക്ഷേത്രത്തിൽ നിൽക്കാം. ആയിക്കോട്ടെ, വരൂ. ഞാൻ ആദ്യമായിട്ട് എവിടെ വരുന്നു. കുറെ കാലം ദിശാബോധം ഇല്ലാതെ ജീവിച്ചത് ഇപ്പൊ മനസ്സിലൊരു വെളിച്ചം വീണതുപോലെ തോന്നുന്നു. എന്താ ശരിക്കുള്ള പ്രയാസം? നിങ്ങൾ അർഹിക്കുന്നതാണെങ്കിൽ ദേവി അതിനൊരു പരിഹാരം കണ്ടെത്തി തരും. കുഞ്ഞുങ്ങളില്ല തിരുമേനി, ചെയ്യാനിനി ട്രീറ്റ്മെന്റുകൾ ഒന്നും തന്നെയില്ല. ഇവിടെ തൊട്ടിൽ കെട്ടി പ്രാർത്ഥിച്ചാൽ ഫലമുണ്ടാവുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ വിശ്വാസം മനസ്സിൽ വെച്ച് പ്രാർത്ഥിച്ചാൽ ആഗ്രഹം സഫലമാകും. തിരുമേനി, ഇന്ന് ആ വഴിപാട് നടത്താൻ കഴിയോ? വഴിപാട് എപ്പോ നടത്താനും തടസ്സമില്ല. പക്ഷേ കൃത്യമായ ജീവിതനിഷ്ഠയോട് ചെയ്യുന്നതാവും നല്ലത്. ഞാൻ പറയുന്നത് പോലെ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമോ? കഴിയും തിരുമേനി. ഒരു മണ്ഡലകാല വ്രതം നോക്കണം. സസ്യാഹാരം മാത്രമേ പാടുള്ളൂ. ദേവീ പൂജ എന്നും ഉണ്ടാവണം. പിന്നെ ഭാര്യയെ ദേവിയായി എന്നും സങ്കല്പിക്കണം. മനസ്സിൽ ക്രോധമോ വിദ്വേഷമോ പാടില്ല. ശരീരശുദ്ധിയും മനഃശുദ്ധിയും ഉണ്ടാവണം. 41 ദിവസം കഴിയുമ്പോൾ ഭാര്യയ്ക്കൊപ്പം ഇവിടെ വരണം. രണ്ടുപേരും ഒന്നിച്ച് തൊട്ടിൽ കെട്ടി പ്രാർത്ഥിക്കണം. ഫലം നിശ്ചയമായി ഉണ്ടാവും. ഞങ്ങൾ ചെയ്യാൻ തിരുമേനി. പെരുവണ്ണാപുരത്ത് അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഒരു കുഞ്ഞു പിറന്നാൽ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ആ കുട്ടി കുടുംബത്തിന് പ്രകാശമാകും. എന്നെ ഇങ്ങോട്ട് അയച്ചത് ലച്ചുവാ. അവൾ ഈ നാട്ടുകാരിയാ. എന്റെ വീട്ടിൽ അവളുള്ളത്. ലച്ചുവിന്റെ ബന്ധുവാണോ? അത് നേരത്തെ പറയണ്ടേ. അവൾ ഈ നാടിന്റെ തന്നെ ഐശ്വര്യമായിരുന്നു. ആ ഐശ്വര്യമാണ് നിങ്ങൾക്കിപ്പോ സ്വന്തമായിരിക്കുന്നത്.
ലച്ചു നിങ്ങൾക്കിപ്പോ ഉണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം സാധിക്കാൻ എന്ത് തടസ്സമാവുള്ളത്? ദേവി മഹാമായി, അമ്മേ മഹാമായി, അറിവില്ലാ പൈതങ്ങളെ കാത്തുകൊള്ളണേ. എന്താ ദിനേശന് ഇതെന്താ പറ്റിയേ? ദേവി, ദിനേശേട്ടാ, തിരുവണ്ണാപുരത്ത് അമ്മയുടെ ദർശനം കഴിഞ്ഞാ ഞാൻ വരുന്നത്. അമ്മയുടെ പ്രസാദമാ. അമ്മോ വാ. അമ്മേ ദേവി, അമ്മയെ ദർശിച്ചു. നിന്നെ ഇങ്ങോട്ട് അയച്ചത് ലച്ചു അല്ലേന്ന് പെരുവണ്ണാപുരത്ത് അമ്മയിൽ നിന്നൊരു അരുളപ്പാടുണ്ടായതായി എനിക്ക് തോന്നി. തനി വട്ട്. കാവേരിയും കൂട്ടി ഇനി പെരുവണ്ണാപുരത്ത് അമ്മയെ ദർശിക്കാൻ പോണം. 41 ദിവസത്തെ വ്രതം കഴിയണം. ദിനേശൻ കൈവിട്ടു പോയി കാവേരി. ഇവള് ദിനേശനെ സന്യാസിയാക്കി കളഞ്ഞു. കാവി ധരിച്ചാൽ സന്യാസിയാവുന്ന കവിതയോട് ആരാ പറഞ്ഞത്? ഭക്തി മനഃശുദ്ധിക്കുള്ളതാണ്. അവനവൻ ചെയ്യേണ്ട കർമ്മങ്ങൾ പ്രലോഭനമില്ലാതെ ചെയ്യാൻ ഭക്തിക്കേ കഴിയൂ. എന്തിനാ ദിനേശ ഈ ഉടായിപ്പൊക്കെ? നീ ഇനി എന്തൊക്കെ വേഷം കെട്ടിയാലും നിന്നെ എല്ലാവർക്കും അറിയാം. നീ നന്നായാലേ കാക്ക മലർന്നു പറക്കും. ദേവി, ഒരു തർക്കത്തിനും ഞാനില്ല. ഓ ആയിക്കോട്ടെ. അറിവില്ലാ പൈതങ്ങളെ കാത്തോളണേ. പേരിൽ ഒരാൾക്ക് പ്രാണൻ നഷ്ടപ്പെട്ടേക്കുമെന്ന ശാസ്ത്രികൾ പ്രവചിച്ചത്. കഴുത്തിലെ താലി അണിഞ്ഞവളെ ഉദ്ദേശിച്ചാണെന്ന് എനിക്ക് മനസ്സിലായി. ആ വിവാഹാൽബം ഇവിടെ എത്തുന്ന നിമിഷം എന്റെ പ്രാണൻ നഷ്ടാവും. ഞാൻ പിന്നെ ഉണ്ടാവില്ല. ഈ വീട്ടിൽ ഒരാൾ പോലും ജീവനോടെ എന്നെ കാണില്ല. ദേവി, മരിക്കേണ്ടവളെ ഞാനാണെങ്കിൽ എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷെ ആൽബത്തിലെ ഫോട്ടോ മറ്റാരും കാണാതെ എന്റെ ജീവൻ എടുത്തൂടെ? അത്രയെങ്കിലും കരുണ ദേവിക്ക് എന്നോട് കാണിച്ചൂടെ? വിവാഹ ആൽബം ആരും കാണാതിരുന്ന ചേച്ചിയുടെ അദ്ദേഹത്തിന്റെ ജീവിതത്തെ അതൊരിക്കലും ബാധിക്കില്ല. ഞാൻ ഈ സമയം മറ്റൊന്നും ദേവിയോട് യാചിക്കുന്നില്ല. ഈ വീട്ടിൽ ആരും ആ ആൽബം കാണാൻ ഇടവരുത്തല്ലേ. ദേവിയെ ഉപവസിക്കുന്ന നിരപരാധികളെ കാത്തുരക്ഷിക്കുന്നത് ദേവിയുടെ കടമയല്ലേ? എന്റെ പ്രാണത്യാഗം കൊണ്ട് ഇവിടെ ഉണ്ടാവാൻ പോകുന്ന പ്രശ്നങ്ങൾ തീരില്ലെന്ന് ദേവിക്ക് അറിയില്ലേ? ആ കൊറിയർ കമ്പനി ഏതാന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹത്തോട് പറഞ്ഞ് അവിടെ പോയി അത് വാങ്ങായിരുന്നു. അതും അറിയില്ല. അദ്ദേഹത്തെ ഒന്ന് കാണാനും കഴിയുന്നില്ല. ഒന്ന് വിളിക്കാന്ന് വെച്ചാ എപ്പോഴും ചേച്ചി കൂടെയുണ്ട്. നാളെ അതിൽ വെച്ച് നമ്പരിന്ന് ചേച്ചിയെ വിളിച്ച
ഉറപ്പിച്ചാണല്ലോ നിൽപ്പ്. എന്തു പറ്റി? ഇന്നലെ ചേച്ചിയും കുട്ടി എവിടേക്കാ പോയത്? ഞാൻ പ്രതീക്ഷിച്ചു അത് നിന്റെ കാതിലെത്തുമെന്ന്. സ്റ്റുഡിയോയിലും അമ്പലത്തിലും മാത്രം ആക്കിയത് എന്തിനാ? ചേച്ചിയും കൊണ്ടെന്റെ വീട്ടിലും കൂടെ പോവായിരുന്നില്ലേ? അതിനുള്ള ടൈം കിട്ടിയില്ല. നിങ്ങൾക്കിതൊരു തമാശയാണെന്ന് എനിക്കറിയാം. അല്പമെങ്കിലും കാര്യഗൗരവം ഈ കാര്യത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ വീണ്ടും എന്നെയും കൊണ്ട് ഈ വീട്ടിലേക്ക് വരുമായിരുന്നോ? എന്നിട്ട് ചേച്ചി ആവശ്യപ്പെട്ടപ്പോ എന്റെ കഴുത്തിലെ താലി കെട്ടിയ ആളെ അന്വേഷിച്ച് ഫോട്ടോ എടുത്ത് സ്റ്റുഡിയോക്കാരനെ കാണാൻ പോയിരിക്കുന്നു. സ്റ്റുഡിയോക്കാരനെ നിങ്ങൾക്ക് അറിയാമെന്ന് കരുതാം, പക്ഷെ അവിടെ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നെങ്കിലോ? അയ്യോ, അതിന് ഞാൻ കാറിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. വണ്ടിയിലിരുന്ന് സ്റ്റുഡിയോക്കാരനെ വിളിച്ച് ഫോട്ടോ കൊടുക്കരുതെന്നും പറഞ്ഞു. എന്നാലും നിങ്ങൾക്ക് പോയേ പറ്റൂ. നീ ചൂടാവാതെ. എനിക്ക് സ്വാതിയുടെ കൂടെ പോവാതിരിക്കാനാവില്ല. പിന്നെ ഞാൻ പറഞ്ഞാലൊന്നും അവൾ കേൾക്കില്ലല്ലോ. അവൾ തനിയെ പോയിരിക്കും. ഈ വിഷയത്തിൽ സ്വാതിയെ നിരുത്സാഹപ്പെടുത്താനാണ് ഞാൻ ശ്രമിക്കുന്നതെങ്കിൽ പിന്നീട് അവൾ ഒന്നും എന്നോട് ഷെയർ ചെയ്യൂല. അവിടെ വെച്ച ആ ചന്ദ്രൻ പിള്ളയെ ഞാൻ കണ്ടു. കല്യാണ ആൽബം വീട്ടിലുണ്ട്, എടുത്തോണ്ട് വരാന്നും പറഞ്ഞ് അയാൾ പോയ നേരത്ത് സ്വാതിയും കൊണ്ട് ഞാൻ സ്ഥലം വിട്ടു. അയാൾ ആൽബുമായിട്ട് ക്ഷേത്രത്തിൽ വന്നില്ലേ? ചേച്ചി അപ്പൊ ക്ഷേത്രത്തിൽ തൊഴാൻ പോയ സമയം. ആകെയുള്ള തെളിവ് ആ ആൽബം. അത് വാങ്ങാതെ ചേച്ചിയും കൂട്ടി എവിടുന്ന് സ്ഥലം വിട്ടു. അത് ദിനേശൻ ഞങ്ങൾ ഇവിടെ തൊഴാൻ വന്നുകൊണ്ടാ ഞങ്ങൾ വേഗം പോകുന്നത്. നീ സമാധാനമായിട്ടിരിക്കുക, കൂൾ ഡൗൺ. ഞാൻ കഴിയുന്നതും വേഗം ചന്ദ്രൻ പിള്ളയെ പോയി കണ്ട് ആൽബം വാങ്ങിച്ചോളാം. ഇന്ന് തന്നെ പോയാലും നന്നായിരിക്കുമെന്നാ ഞാൻ കരുതുന്നത്. ആ ആൽബം അവിടെ ഇരിക്കുന്നത് അപകടമാണ്. അയ്യോ, എന്നോട് ഇത് ഇപ്പോഴെങ്കിലും പറയാൻ തോന്നിയത് നന്നായി. അല്ലായിരുന്നെങ്കിൽ വണ്ടി ഓടിച്ച് അവിടെ ചെല്ലുമ്പോ അയാൾ ആൽബം ഇങ്ങോട്ട് അയച്ച വിവരം പറഞ്ഞ് തിരിച്ചുവിട്ടേനെ. ഒരു വിവാഹ ഫോട്ടോയ്ക്ക് പകരം അമ്മുവിന്റെ കല്യാണ ആൽബം സഞ്ജുവിന്റെ കയ്യിൽ വെച്ചു കൊടുത്തിട്ട് വേണം സ്വാതി ഏതറ്റം വരെയും പോകുന്നു പറയാൻ. ആൽബം വന്ന വഴി പോലും സഞ്ജുവിനോട് പറയാൻ പാടില്ല. ഇതിവിടെ കിടക്കട്ടെ, വല്ല ഓട്ടോയും കിട്ടുമെന്ന് നോക്കാം. മാഡം, മംഗലശ്ശേരിയിലെ സഞ്ജുവിന്റെ മുറപ്പെണ്ണ് കാറിനെന്തോ കംപ്ലൈന്റ് ആയെന്നും പറഞ്ഞ് റോഡിൽ തനിച്ചു നിൽപ്പുണ്ട്. ശരി മാഡം. ആഹാ, വഴിയിൽ പെട്ടുപോയപ്പോ രാജകുമാരന്റെ വിളി വന്നല്ല. ഇപ്പൊ രാജകുമാരന്റെ ഹെൽപ്പ് എനിക്ക് വേണ്ട. നീ ഫോൺ എടുക്കണ്ട സ്വാതി. ഫോൺ എടുക്കുന്നില്ല അവള്. ഫോൺ ചിലപ്പോ ബാഗിലാവൂ. ലക്ഷ്മി, ലച്ചു,
ലക്ഷ്മി നീ കാറിൽ വന്ന് കേറ്. എവിടേക്കാ നിങ്ങൾ എന്നെ വിളിച്ചോണ്ട് പോകുന്നത്? ചേച്ചിയുടെ അടുത്തേക്കാ? ഞാൻ വരില്ല. ലച്ചു, ഞാൻ പറയുന്ന നീ ഒന്ന് കേൾക്ക്. ഇനി ഞാൻ എന്ത് കേൾക്കാനാ? എത്രയും വേഗം എനിക്ക് എവിടേക്കെങ്കിലും ഒന്ന് പോണം. എന്നെ തടയരുത്. എടോ സ്വാതിയെ ഞാൻ വിളിച്ചു. കാറ് ബ്രേക്ക് ഡൌൺ ആയി റോഡിൽ കിടക്ക. കൊറിയർ ഓഫീസിൽ അവൾ എത്തിയിട്ടില്ല. ഞാൻ അങ്ങോട്ട് ചെല്ലുന്നുണ്ടെന്ന് പറഞ്ഞ് അവൾ അവിടെ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. അതിനു മുൻപ് നിന്നെ ഞാൻ കൊറിയർ ഓഫീസിൽ എത്തിക്കും. നീ ആൽബം വാങ്ങി സ്ഥലം വിടണം. ഞാൻ പോയി സ്വാതിയെ കൂട്ടിക്കൊണ്ടുവരാം. നീ ചെന്ന് കൊറിയർ വാങ്ങിയ കാര്യം അവർ സ്വാതി അറിയിക്കും. സുരഭി സിസ്റ്ററിന്റെ വീട്ടിൽ ആൽബം എത്തിച്ച ശേഷം നീ വീട്ടിലേക്ക് വയ്ക്കും. വണ്ടി കയറ്. വന്ന് കേറ്. വാ. അടുത്ത ജംഗ്ഷനിൽ പോണം. സഞ്ജു, ഞാനൊരു ഓട്ടോ കയറി പോന്നു. നീ ഇപ്പൊ എവിടെയുണ്ട്? കൊറിയർ ഓഫീസിന്റെ മുന്നിലാ. സഞ്ജു ഇങ്ങോട്ട് വന്നാ മതി. ട്രാക്ക് ഓൺ കൊറിയർ. ഹലോ ഹലോ സ്വാതി. എന്താ? കോൾ കട്ടായി. ഏതോ ഒരു സ്ത്രീയാ. പണിക്കർക്ക് കൊടുക്കാൻ പറഞ്ഞു. സംസാരത്തിലെ ഒരു ധിക്കാരം. ആരാ അധികാരി? ആ എന്താ പേരില്ലേ? അച്ഛാ, ആ ഫോൺ വാങ്ങിച്ച് സംസാരിക്കും. ആർക്കറിയാം? ഗംഗാധര പണിക്കർ. മംഗലശ്ശേരിയിലെ കാരണവർക്ക് സുഖല്ലേ? എല്ലാ നിലയിലും പണിക്കർ വിജയിച്ചു നിൽക്കുമല്ലേ? പണിക്കർക്ക് ജീവിതത്തിൽ ആകെയുണ്ടായ നഷ്ടം ഏകപുത്രന്റെ ശവമടക്ക് കാണേണ്ടി വന്നതാ. നീ ആരാ? ഞാൻ ആരാണെന്ന് പറയാൻ കുറച്ച് സമയം കൂടി ബാക്കിയുണ്ട്. മക്കളെല്ലാവരും പണിക്കരുടെ കൂടെയുണ്ടെന്നറിയാം. ആ ഫോണിന്റെ സ്പീക്കർ ഒന്ന് ഓൺ ചെയ്തോളൂ. മക്കളെല്ലാവരും കേക്കട്ടെ. ആരാച്ചാ? മറഞ്ഞിരുന്ന് സംസാരിക്കാതെ നീ ആരാണെന്ന് പറ. എന്നിട്ട് നേരിൽ വാ. ഞാൻ വരും പണിക്കരെ, ക്ഷണിക്കാതെ തന്നെ വരും. മംഗലശ്ശേരിയിൽ കാലു കുത്തുന്ന ആ നിമിഷത്തിന് വേണ്ടിയാ ഞാൻ കാത്തിരിക്കുന്നത്. നിങ്ങളെ മാത്രം ബാക്കി വെച്ച് നിങ്ങളുടെ മക്കളെയും പേരക്കുട്ടികളെയും ഒന്നൊന്നായി ഞാൻ കൊന്നു തള്ളും. അത് കണ്ട് നിങ്ങൾ നെഞ്ചു പൊട്ടിക്കരയണം. ധൃതരാഷ്ട്രരുടെ വിധിയാ നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുന്നത്. ജീവനോടെ ഇരുത്തി നീറ്റി നീറ്റി കൊല്ലും. മംഗലശ്ശേരിക്കാർക്ക് കൊല വിളിക്കാൻ നീ ആരാ? ധൈര്യമുണ്ടെങ്കിൽ നീ ആരാന്ന് പറ. ഓ, കാഞ്ചന. 27 വർഷം മുമ്പ് വീട് വിട്ടുപോയവൾ. മുകുന്ദന്റെ മോനെ കണ്ട് മോഹിച്ച് മകൾക്ക് ഭർത്താവായി കിട്ടാൻ നാണം കെട്ടി തിരിച്ചു വന്നിരിക്കുന്നു. നിർത്തടി. ഞങ്ങളുടെ കുടുംബകാര്യങ്ങളിൽ ഇടപെടാൻ നീ ആരാടി? എനിക്ക് സംസാരിക്കേണ്ടത്
മംഗലശ്ശേരിയിലെ ഗംഗാധര പണിക്കരോടാ. അതിനിടയിൽ ആരും ശബ്ദിച്ചു പോകരുത്. കാഞ്ചനെ, പണിക്കരെ, നിങ്ങളുടെ കൊച്ചുമോൻ താലി കെട്ടാൻ നിശ്ചയിച്ച കൊച്ചുമോളുണ്ടല്ലോ, ശ്രീ